ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിന് മൈ ലൈഫ് പറഞ്ഞാൽ ഉച്ചക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കും മോനെ അംഗനവാടിയിലൊക്കെ ഉണ്ടാക്കി വന്ന ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ പുതിയൊരു കടക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോൻ്റെ ലാസ്റ്റിലാകുമ്പോഴേക്കും പറയൂ കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ബെഡൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കട്ടിലിട്ടിട്ടല്ലേ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോനൊക്കെ നിലത്തല്ലേ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോനൊക്കെ ഇങ്ങനെ നിലത്ത് കിടക്കുമ്പോൾ അവന് ഇങ്ങനെ തണുപ്പ് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ വാങ്ങണം വിചാരിച്ചതാണ്. അപ്പം നമുക്ക് എന്തായാലും രണ്ടും കൂടെ ഒപ്പം വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ കിടക്ക വാങ്ങി. ഇനി ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് കട്ടിലും കൂടെ വാങ്ങിക്കണം. വലുത് തന്നെ വാങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ്. ഇങ്ങനെ എന്താ പറയുക, ഇലാസ്റ്റിക് ആയിട്ടില്ല കേട്ടോ. മറ്റേതാകുമ്പോൾ വിരിച്ച് കഴിഞ്ഞാൽ ഒരു തല വിരിച്ച് മറ്റേ തല ആകുമ്പോഴേക്കിനും മോൻ്റെ ചവിട്ടിക്കൊത്തൽ കാരണം അതൊക്കെ ഇതായിട്ട് പോട്ടെ. അപ്പോൾ ഇക്കാൻ്റെ പെങ്ങൾ ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ലിങ്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാങ്ങിയതാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങോട്ട് ഇതായി വരികയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ കംഫർട്ടായിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ കിടന്നോളൂ. നമുക്ക് എങ്ങനെ അവൻ ചവിട്ടി കുത്തിയാലും പുറത്തേക്ക് വരില്ല. അങ്ങനത്തെ ഒരു കാര്യം ഞാനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടതിന് ശേഷം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടെയൊക്കെ വാങ്ങണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇക്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വിറ്റ് വന്നിട്ട് എന്താ പറയുക, അതൊക്കെ എടുത്ത് വെച്ച് ഇതാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇക്കാൻ്റെ അടുത്ത് കുറേ പൂച്ചകൾ വരും കേട്ടോ. ഇവിടെ നിന്നൊക്കെയാ വരുന്നത് അറിയില്ല കേട്ടോ. ഇക്കാൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടാൽ മതി, അപ്പോഴേക്കിനും എല്ലായിടത്തു നിന്നും പാഞ്ഞെത്തും കേട്ടോ. ഒന്ന് കുറവാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ പൂച്ചകൾ ഉണ്ടാവും കേട്ടോ. കുറേ പറഞ്ഞാൽ നിറയെ പൂച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞണ്ട് തന്നിട്ടുണ്ട് കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് നന്നാക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഇക്കാണെങ്കിൽ ചോദിക്കുന്നത് എങ്ങനെ നന്നാക്കുകയാണെന്നൊക്കെ കേട്ടോ. പിന്നെ കുറേ ചെമ്പകം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഉണ്ടാവാറുള്ളൂ, കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ മോൻ്റെ ടീച്ചർക്ക് കൊടുക്കും. പിന്നെ താത്താക്ക് മോൾക്കൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ റൂമിൽ കുറേ കൊണ്ട് വിൽക്കും. റൂമിൽ നല്ലൊരു മണമാവും കേട്ടോ ഉണ്ടാവാറ്. പിന്നെ കറിക്ക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുമ്പോൾ പച്ചക്കറി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. പച്ചക്കറി വിൽക്കുക പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. പച്ചക്കറിക്ക് നല്ല വില ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഞണ്ട് നന്നാക്കാൻ എനിക്കും അറിയില്ല, ഇക്കാക്കും അറിയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, താത്താൻ്റെ അടുത്ത് കൊടുക്കുക. താത്ത പറഞ്ഞു താത്താനക്ക് ഉള്ള ഞണ്ടവിടെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. താത്താൻ്റെ ഞണ്ട് നന്നാക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ വൈകുന്നേരത്ത് വന്നിട്ട് നന്നാക്കി തന്നാൽ മതി പറഞ്ഞപ്പോൾ അവൾ ഇനി കുളി കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഞാനതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. മോൻ ചെറുത് നല്ല ഉറക്കമാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പോവാണ്. അങ്ങനെ താത്ത അതൊക്കെ നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് പോയി ഇക്കാക്ക് വയ്യ പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ കിടന്നു കേട്ടോ. അപ്പോൾ താത്ത അതൊക്കെ നന്നാക്കി സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നാക്കി വന്നിട്ട് പിന്നെ ഞാനെന്താ കറി വയ്ക്കുകയാണ് കേട്ടോ. ഞണ്ട് കറി വയ്ക്കാനുള്ള ഇതിലാണ് കേട്ടോ. പിന്നെ പച്ചക്കറി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത്. കഷ്ണമൊക്കെ വെന്തുടഞ്ഞ് ആകെ ഇതായിട്ടുണ്ട് കേട്ടോ, കുക്കറിലായ കാരണം കൊണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ രണ്ടും കൂടെ പറഞ്ഞാൽ കറി ആയിട്ടുണ്ട്. പിന്നെ ഞണ്ട് കറി ഞണ്ടൊക്കെ ഇട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിനും പിന്നെ 3 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ മോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരുപാട് സമയം ഇങ്ങനെ വൈകി. നമുക്കൊന്ന് റെസ്റ്റ് പറഞ്ഞാൽ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ പിന്നെ അധികം ഇതൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റത്. അപ്പോൾ അത് കാരണം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടീച്ചർക്കുള്ള ചെമ്പകമൊക്കെ എടുത്തിട്ട് ഞാനിത് അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂപ്പരാൾ എണീറ്റ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം ലീവായിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ ഉള്ളൊരിതാണ് കേട്ടോ. അവിടെ പായസം കുടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ കണ്ടപ്പോൾ പിന്നെ പായസമൊക്കെ മതി പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചർക്ക് പൂവൊക്കെ കൊടുത്തു. ടീച്ചർ ഇങ്ങനെ പായസമൊക്കെ കോരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവനത് മതി പറഞ്ഞിട്ടോ. പൂവല്ലേ എന്ന് പറഞ്ഞിട്ടാട്ടോ. ഓറിയോയോ ടീച്ചർ എന്താ തന്നത്? ടീച്ചർ എന്താ തന്ന്? ഉപ്പുമാമ തന്നാ? പിന്നെന്താ തന്ന്?
ഓറിയോ തന്നോ? പിന്നെന്താ തന്ന്? പിന്നെന്താ തന്ന്? മാമ തന്നാ? എന്തായിരുന്നു കറി? പപ്പടോ? പിന്നെന്തായിരുന്നു? മുട്ടയുണ്ടായിരുന്നാ? പിന്നെ ബേബി എവിടെ? അമ്മടെ മുത്ത എവിടെ? എവിടെ? വീട്ടിലാ? അങ്ങനെ അവൻ്റെ അടുത്ത് ഓരോന്നും സംസാരിച്ചിട്ട് ഇതാ വീട്ടിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ അവന് ആകെയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിങ്ങനെ വിളിച്ചിട്ടും തോണ്ടിക്കൊണ്ടിരിക്കട്ടോ. ഉറങ്ങാന്നുണ്ടെങ്കിൽ അവനെ കുലുക്കി വിളിച്ചുണർത്തു കേട്ടോ. മുത്ത എണീക്ക്, മുത്ത എണീക്ക്, മുത്ത എണീക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ വന്ന് ഇനിയിപ്പോൾ അവന് എന്തൊക്കെ ഒന്ന് ഇതാക്കിയിടണം, ഡ്രസ്സൊക്കെ ഊരിയിടില്ല, അങ്ങനെയൊക്കെ ആവട്ടെ. അപ്പോഴേക്കും മോൻ ഉണർന്നപ്പോൾ ഇക്ക ഉണർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അംഗൻവാടിയിൽ ഇതാ പായസമായിരുന്നു കേട്ടോ, ഗോതമ്പ് പായസം. അപ്പോൾ നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒക്കെ കാട് അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കഴിക്കൽ കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇതാവും കേട്ടോ. അപ്പോൾ അവന് ഡ്രസ്സൊക്കെ മാറ്റി കൈ കാലൊക്കെ ഒന്ന് കഴുകി ആക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് വന്നു കഴിഞ്ഞാൽ അവൻ കുറച്ച് കുടിക്കുക. അപ്പോൾ താഴത്തെ ഇറങ്ങിയിരിക്കുക പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ ബെഡിലാവും പറയണം. അപ്പോൾ അവൻ ആക്കാണ്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഫോണൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്ത് ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെ നല്ല മഴ കിട്ടും. അപ്പോൾ എന്താണ് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ലാട്ടോ, നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ്. മാഷാ അല്ലാ, എത്ര പറഞ്ഞാലും പറയാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. നന്ദിയുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും. എന്താ വെച്ചാൽ നിങ്ങൾ തന്ന സപ്പോർട്ട് ആണ് എൻ്റെ ഈ ഒരു ഇതിൽ. ഇത്ര കുറച്ചായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. ആദ്യമായിട്ട് തുടങ്ങുന്ന എല്ലാവരുടെയും ആദ്യത്തെ വലിയ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ 1K സബ്സ്ക്രൈബർ എന്നുള്ളതാവും. അതെനിക്ക് ആക്കാം. നിങ്ങളെല്ലാവരും കൂടെ സഹകരണം സപ്പോർട്ടും കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളോടൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണത് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളോട്. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ആരൊക്കെയാണ് എവിടേക്കുള്ളവരാണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ ഫാമിലി എന്നെ ചേർത്ത് പിടിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളോടൊക്കെ. എവിടെയൊന്നും അറിയാതെ നമ്മൾ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ കാണുന്നതും എൻ്റെ വീഡിയോ കാണുന്നതും എന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളാണല്ലോ. അപ്പോൾ അതിലൊരുപാട് സന്തോഷം എനിക്കുണ്ട്. പിന്നെ താത്താൻ്റെ മോന് വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരത്തെ കുറച്ച് പണികൾ ഒക്കെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് വീഡിയോ എടുക്കുമ്പോൾ താഴ്ത്തി പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തുണികൾ 2-3 ദിവസം തുണികൾ മടക്കാണ് കേട്ടോ. കട്ടിൽ അവിടെ നിന്ന് മാറ്റിയിട്ട് ഉമ്മാൻ്റെ റൂമിലേക്ക് ഞങ്ങളുടെ കട്ടിലിട്ട് ഉമ്മാൻ്റെ റൂമിലത്തെ കട്ടിൽ ഇങ്ങോട്ട് വിട്ടു കേട്ടോ. അപ്പം പിന്നെ തുണികൾ ഇടാനൊരു സ്ഥലമായി. അപ്പോൾ ഒക്കെ അവിടെ കിടക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ അതൊക്കെ കഴിഞ്ഞ് താത്താൻ്റെ അവിടെ ഒന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.